ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ വിശേഷമൊക്കെയാണ്. നമ്മൾ ഇന്നൊരു ഡേ ലൈഫ് എടുക്കാനായിട്ടാണ്. വൈകുന്നേരം വരത്തുള്ള കാര്യമില്ല, വൈകിട്ട് ചായ കുടിക്കുന്നിടം വരെ ഉള്ളത് എടുത്തിട്ടുള്ളേ. രാവിലെ അന്നേരം നമുക്ക് പുട്ടാണ്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളേരി ഇന്നലെ വൈകിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് രാവിലെ എടുത്ത് പൊടിച്ചിട്ട് അതിൻ്റെ പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പുട്ടൊക്കെ ആയി 2 പേർക്കും കൊടുത്ത്, 2 മക്കൾക്കും പുട്ട് കൊടുത്തിട്ടുണ്ട്. 2 പേരും ഏത് വേണമെന്ന് തീരുമാനിക്കുവാണേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യുകയും എല്ലാം വേണേ. എല്ലാം ചെയ്ത് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഇരുന്ന് അവിയൽ വെക്കാനായിട്ടാണ്. രാവിലത്തെ കാപ്പുകൂടി എല്ലാം കഴിഞ്ഞ് അവിയലിന് ഒത്തിരി കഷ്ണമൊന്നുമില്ല. കിറ്റ് തീർന്ന അവസാനത്തെ ഇച്ചിരി കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാം കൂടി ഇട്ട് ഒന്ന് അവിയൽ വെക്കുവാണെങ്കിൽ കുക്കറിനകത്താണ് വെക്കുന്നത്. എല്ലാം അരിഞ്ഞ് തേങ്ങ അരപ്പും കൂടെ ഒരുമിച്ചിട്ട് പിസിലടിക്കുവാണേ. ഒരു പിസിലടിക്കുമ്പം ശരിയാവും. അങ്ങനത്തെ ചെയ്യുന്നത്. പിന്നെ തക്കാളിക്ക ഇടുന്നില്ലേ. എൻ്റെ വീട്ടിലൊക്കെ അവിയൽ വെക്കുമ്പം, എൻ്റെ വീട്ടിലൂടെ ചേട്ടായുടെ വീട്ടിൽ അവിയൽ വെക്കുമ്പോഴത്തേക്കിനും നമ്മൾ തക്കാളിക്ക ഇട്ട് അവിയൽ വെക്കുന്നത്. ഞാൻ ഇന്നാൾ കണ്ട് നമ്മുടെ തൈരിട്ട് വെക്കുന്നത്. ഇപ്പം ഞാൻ തൈരിട്ടേ വെക്കത്തുള്ളൂ. എനിക്ക് മറ്റേ തക്കാളി ഇടുന്നതിനേക്കാളും ഒന്നും കൂടി ഇഷ്ടം അതാണ്. എന്നാലും ഇപ്പം നമ്മൾ അങ്ങനെയാണ് വെക്കുന്നത്. ഈ സമയം കൊണ്ട് അരി ഗ്യാസേ വെച്ചിട്ടുണ്ട്. അത് ഇനിയും എടുത്ത് റൈസ് കുക്കറിനകത്ത് വെക്കണം. നമുക്കിവിടെ അടുപ്പില്ല, അതുകൊണ്ട് ഗ്യാസേ വെച്ച് തിളപ്പിച്ചിട്ട് റൈസ് കുക്കറിനകത്ത് ഇറക്കി വെക്കുവാണ് ചെയ്യുന്നത്. ഞാൻ സവോള ഒന്നും ഒത്തിരി ഇടത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. ഒരു തുള്ളി സവോള ഇടത്തുള്ളേ. അതും തേങ്ങ അരപ്പും കൂടി ഇട്ട് നമ്മൾ വെക്കുവാണേ. കണ്ടോ, അരി പുറകിലിരുന്ന് തിളയ്ക്കുന്നുണ്ട്, അതിൻ്റെ ആവി വരുന്നുണ്ട്. ഒത്തിരോട്ട് പെട്ടെന്ന് വെക്കാനായിട്ടുള്ള പരിപാടിയായി നോക്കുന്നത്. പക്ഷെ എന്തോ ചെയ്താലും എനിക്കത് എവിടെയെങ്കിലുമൊക്കെ ഒരു പണി കിട്ടും. ഇന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടൊരു പണി. പിന്നെ ഉപ്പ് നമ്മൾ കലക്കിയാണ്. കണ്ടോ, അതിൻ്റെ അടിയിൽ കിടക്കുന്ന അഴുക്കുണ്ട്. ഉപ്പ് കല്ലിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അവസാനം വരുന്നത് നമ്മളങ്ങ് കളഞ്ഞിട്ട് ആ കുപ്പി കഴുകി ഒന്നും കൂടെ വേറെ ഉപ്പിട്ട് കലക്കി വെക്കത്തുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത്. പൊടിയുപ്പ് മേടിക്കത്തില്ല, കല്ലുപ്പ് തന്നെയാണ് മേടിക്കുന്നത്. ഇനിയും നമുക്കിതങ്ങ് അടുപ്പയിലോട്ട് കയറ്റാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മോരും കാച്ചി പിന്നെ ഓടിപ്പോയി മിറ്റ വടിച്ച് പെരയ്ക്കൊക്കെ തൂത്തുവാരി തുണിയൊക്കെ അലക്കിയിട്ടാണ് ഓടി വന്നത്. അങ്ങനെ കുറച്ച് പരിപാടികൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ്, പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇടുന്ന വീഡിയോ കാരണം നമുക്ക് അതിൻ്റേതായ എല്ലാ പോരാഴികയും ഉണ്ട്. എല്ലാവരും ക്ഷമിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത് കണ്ട് ഉണക്കമീനാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എൻ്റെ അമ്മ അവിടെ ഇച്ചിരി അവർ കറിക്കൊക്കെ അച്ഛൻ മീൻ വണ്ടിയെ പോവുക, കൊണ്ടിരുന്ന മീനകത്തൊന്ന് കറിക്ക് എടുത്തിട്ട് ബാക്കി ഇങ്ങനെ ഉണക്കി വെക്കും. എന്നിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവരും. ഞങ്ങളിവിടെ കുറിച്ചി എന്നാണ് പറയുന്നത്. കോട്ടയത്ത് കുറിച്ചി എന്ന് പറയുന്ന മീനാണ്. അതായത് മുള്ളം മീൻ. അതാ ഉണക്കമീൻ്റെ മണം അടിച്ചിട്ട് ഒരാൾ ഓടി വന്നതാ എന്ത് ചെയ്യുന്നു നോക്കാനായിട്ട്. ഇന്നാൾ ഉണക്കമീൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തീർന്നു പോയെന്ന്. അതിനോടി വന്നേക്കുവാണേ. അന്നേരം ഫോൺ ഇരിക്കുന്നത് കണ്ടേ. അന്നേരം അവൻ്റെ ഭാഷയിൽ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ട് പോയി. ഇപ്പം ഈ മീനാണേ. ഇത് വറക്കുകയും മോരും കാച്ചി, നമ്മൾ തേങ്ങ അരയ്ക്കാത്ത മോര് കറിയില്ലേ, അതാ വെച്ചേക്കുന്നത്. അതും അവിയലും ഇതും. പിന്നത്തേടെ നമ്മുടെ ചെടികൾക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. വെള്ളം ഇപ്പോഴാണ് വന്നത്. നമുക്കൊക്കെ വെള്ളം കുറഞ്ഞ്, കിണറ്റിൽ വെള്ളം കുറഞ്ഞിട്ട് നല്ല ഓരായി, വെള്ളത്തിന് കളറായി വരുന്നുണ്ട്. ഭയങ്കര കളറാണ്. അത് കാരണം ഈ ജലനിധി പൈപ്പ് വെള്ളം വരുമ്പോഴാണ് ചെടിക്കൊക്കെ ഒഴിക്കുന്നത്. ഈ മരത്തേത് വേപ്പ് മരം ഏതാണ്, ഉണങ്ങിയ കമ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മളിവിടെ വരുമ്പോൾ. ഒറ്റ ഇലയില്ലാതെ നിന്നാണ്. നമ്മൾ എന്നും 2-3 ബക്കറ്റ് വെള്ളം കോരി ഒഴിച്ചൊഴിച്ച് അത് ഇപ്പോൾ ഈ പരുവായിട്ടുണ്ട്. ഇതെൻ്റെ വണ്ടിയാണേ, പഠിക്കാൻ മേടിച്ചതാണ്. പക്ഷേ വണ്ടി ഇപ്പോൾ ആക്രി വിലയ്ക്ക് വിൽക്കേണ്ട പണിയായി. ഈ ചെടി ഇത് വേറൊരു വെറൈറ്റി കളറാണേ. കണ്ട, ഒരു വെള്ള കൂടി കളർ. ഈ കളർ മേടിക്കാൻ ഞാൻ പോയതാണ്. പക്ഷേ എനിക്ക് ആദ്യമേ ആ ചേച്ചി തന്ന് വിട്ടത് മറ്റേ കളറാണ്. വീട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞ് പൂ വിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് കളർ മാറിയതറിഞ്ഞത്. പിന്നെ പോയി മറ്റേതിൻ്റെ ഒരെണ്ണം കൂടെ മേടിച്ച് വെച്ചു. പക്ഷേ ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. കുറേ ആയിട്ട് പൂവൊന്നുമില്ലാതെ ഇല മാത്രമായിട്ട് നിൽക്കുമായിരുന്നു. അന്നേരം ഞാൻ ഓർത്ത്, ഈ കടയിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. നമ്മൾ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും ഇല്ലെന്നോർത്തിരുന്നു. പക്ഷേ ഇപ്പം എന്തേണ്ടേ, 2 പൂവായേ. ഇത് നമ്മൾ കിളികൾക്കൊക്കെ വെള്ളം വെച്ചേക്കുന്നു കുടിക്കാനായിട്ട്. എപ്പോഴും 2 കിളി വരുമായിരുന്നു. ഞാൻ അന്നേരം ഇന്നലെ അലക്കിയിട്ട കുറച്ച് തുണിയുണ്ട്, അത് മടക്കാനായിട്ട് വന്നപ്പം കൊച്ചാൾ ഇവിടെ കയറി കിടപ്പുണ്ട്.
എന്നെയായിട്ടല്ല വർത്താനം പറയുന്നത്, അവൻ്റെ കൈ റിമോട്ട് ഇരിക്കുക, അത് ഫോണാന്ന് പറഞ്ഞ് ആരാടെ വിളിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വർത്താനവും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്താണ് ഞാൻ ഓർത്തത്, ഞാൻ അവിയൽ അടുപ്പേ വെച്ചേക്കുമായിരുന്നു. ആ കാര്യം ഞാൻ മറന്നുപോയി. മണം വന്നപ്പോഴാണ് മനസ്സിലായത്. അടുക്കി പിടിച്ചൊന്നും കൂടി പോയി നിർത്തി. ഏതായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. എൻ്റെ പിള്ളേർക്ക് ചോറ് കൊടുക്കാനായിട്ട് 2 പേർക്കും കൂടെ വാരി കൊടുക്കാനായിട്ടാണേ. അവധിയും കൂടെ ആയ കാരണം മൂത്തവനും അങ്ങനെ കഴിക്കത്തില്ല. അന്നേരം 2 പേരും കൂടി ഇരുത്തി വാരി കൊടുക്കുവാണെങ്കിൽ 2 പേരും കഴിച്ചോളും. അവിയലും മോരും മീൻ വറുത്തതും കൂടെയാണ്. പക്ഷേ ഇതൊക്കെ മതി, സൂപ്പറാണ്. ഉണക്കമീൻ ഇച്ചിരി പറ്റിപ്പോയി. ഞാൻ രാവിലെ എടുത്ത് വെള്ളത്തിലിട്ട് ഇപ്പോഴാണ് വറുത്തത്. അതിൻ്റെ ഉപ്പ് രസം മൊത്തവും പോയി. ആ ഒരു കുഴപ്പമുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ജലനിധി പൈപ്പ് വെള്ളം വന്ന്. ഇത് ഇച്ചിരി ഈ താന്നിരിക്കുന്ന പൈപ്പാണ്. അന്നേരം നമുക്ക് ഇച്ചിരി വെള്ളമേ അവിടെ നിന്ന് തുറന്ന് വിട്ടാലും നമുക്കിവിടെ ഇങ്ങനെ ചെറുതായിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഉച്ചയായി, ഉച്ച സമയമാണ്. അന്നേരം വെള്ളം വന്ന് ഞാൻ ഇച്ചിരി ചീരയൊക്കെ പാകിയിട്ടുണ്ടായിരുന്നേ. ഒരു കവറിനകത്ത് പച്ചച്ചീരയും ഈ ചുമലച്ചീരയുടെയും കൂടെ വിത്ത് ഒറ്റ കവറിനകത്താക്കി മേടിച്ചതാണ്. അത് പാകി തണ്ട പച്ചച്ചീരയൊക്കെ ഒരുമാതിരി വലുതായി. പക്ഷേ ചുമലച്ചീര മുരടിച്ച് തന്നെ നിൽക്കുക. അന്നേരം അതിനൊക്കെ വെള്ളം ഒഴിക്കാനായിട്ട് ആ വെള്ളം വന്ന സമയത്ത് നമ്മൾ ഒഴിച്ചില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങ് നിൽക്കും. ഒത്തിരി നേരം ഒന്നും വെള്ളം നിൽക്കത്തില്ല. പിന്നെ 2 തക്കാളിത്തൈ, ഇത് 3 തക്കാളിത്തൈ 10 രൂപയെന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാൻ മേടിച്ചതാണ്. ഒരെണ്ണം അങ്ങ് മുരടിച്ച് പോയി. മരുന്നൊക്കെ ഒഴിച്ചിട്ട് ഒന്നും ശരിയായില്ല. പിന്നെ അത് കരിയാപ്പായിരുന്നു. മുരടിച്ച് നിന്നതാണ്. നമ്മൾ ഈ മീൻ വെട്ടിക്കഴിഞ്ഞ് അതിൻ്റെ ആ ചോരവെള്ളം കൊണ്ട് ഒഴിച്ചൊഴിച്ച് അതിപ്പോൾ ഒന്ന് കയറി വരുന്നുണ്ടേ. ഇത് നിത്യവഴി തന്നെയാണ്. കുറേ ഐറ്റം ഉണ്ട് കേട്ടോ. നമുക്കൊരു കറിക്കൊക്കെ ഉള്ളത് കിട്ടുമെന്ന് പറഞ്ഞ് വെച്ചതാണ്. പക്ഷേ ഈ നിത്യവഴുതന ഒന്നും ഒരു കറിക്കുള്ളത് കിട്ടുന്നത് അതിന് വളവും വെള്ളമൊക്കെ നല്ലതായിട്ട് ചെല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ താണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വാളരിപ്പയറിൻ്റെ വിത്ത് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അമ്മാമ്മ ഇതൊക്കെ തന്നു വിട്ടതാണേ. അതിൻ്റെ വിത്തെല്ലാം കൂടിയിട്ട് കിളിപ്പിച്ച് ഈ പരുവാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ കായ്ക്കാറായില്ല ഇതൊന്നും. ഇവിടുത്തെ നമ്മളിവിടെ വാടകയ്ക്കാണേ. ഇതിൻ്റെ ഓണർ കൊണ്ട് വെച്ച പ്ലാവാണ്. അവത്തെ തന്നെ ചക്ക പിടിച്ച് നിൽക്കുന്നത് കണ്ടോ, കുഞ്ഞൻ പ്ലാവ. അവത്തേലും ചക്കയായി. പിന്നെ നമുക്ക് 2 കിളികളുണ്ട്. അതിനെയാണ് കണ്ടത്. 2 ലവ് ബേഡ്സ്. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് ഈ കഴിഞ്ഞ ദിവസം ചത്തുപോയി. ഇപ്പം 2 എണ്ണയുള്ള. ഇപ്പം എന്താ വെള്ളം ഒഴിക്കുവാണെങ്കിൽ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക. ഉള്ള സമയത്ത് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ വെള്ളവും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് അവളുമാരെ കണ്ടപ്പോൾ ഞാൻ 2 ഫോട്ടോ എടുത്ത് അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ കട്ട് ചെയ്യാനൊന്നും പോയില്ല. ആ രീതിയിൽ തന്നെ ഞാൻ ഇട്ടേ. വെള്ളം പിടിക്കാൻ വരുമ്പോഴേ ഇതിൻ്റെ വീട്ടിലോട്ട് വരത്തുള്ളൂ. അല്ലാതെ പറ്റില്ല. ഇവിടുത്തെ ഒത്തിരിയും തക്കാളി ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് തക്കാളി കിട്ടും. നമ്മൾ ഈ പച്ചയ്ക്ക് പറിച്ച് തോരൻ വെച്ച് പച്ചയ്ക്ക് പറിക്കാനായിട്ട് ഇരുന്നതല്ല. എൻ്റെ ഇളയ മോൻ കമ്പിനെറിഞ്ഞ് ഒരു തക്കാളിയുടെ ആ കൊലയായിട്ട് നിന്ന കമ്പ് മൊത്തം ഒടിഞ്ഞ് താഴെ വീണ്. ഞാൻ പിന്നെ അതെല്ലാം കൂടെ പറിച്ച് കിട്ടിയില്ലെങ്കിൽ എന്തോ ചെയ്യും. നമ്മൾ നട്ടുണ്ടാക്കിയതല്ലേ, വിഷമമല്ലേ. പറിച്ച് തോരനുണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നെ പിടിക്കുന്നതാണ്. അതെ, പിന്നത്തെ താഴെ എല്ലാം വരുന്നുണ്ട്. വേണ്ട, നമ്മുടെ കിളികളെല്ലാം വരുന്നുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. ഈ കിളി ഇതിൻ്റെ വേറൊരു കിളിയും കൂടെയാണ് എന്നും വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ വീട്ടിൽ എന്നും വരുമായിരുന്നേ. അങ്ങനെ ചേട്ടായി അവിടെ പാത്രത്തിനകത്ത് വെള്ളം വെച്ച് കൊടുത്ത് അതും കുടിക്കാനായിട്ട്. അതാകുമ്പോൾ ആ വേപ്പിൻ്റെ തണുപ്പും ഉണ്ട്, അവർക്ക് വന്നിരിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടല്ലോ. അതിന് വെച്ച് കൊടുത്തതാണേ. ഇപ്പം ബാക്കി എല്ലാ കിളികളും വരുന്നുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. പക്ഷെ അതുങ്ങളെ അടുപ്പിക്കത്തില്ല. എല്ലാവരും മറ്റേ കിളി വരുമ്പം കാക്ക അതും എല്ലാം കൊത്തി ഓടിക്കും അതുങ്ങളെ. അത് കഴിഞ്ഞ് കയറി വന്ന് തുടച്ച് കഥ കടച്ചിട്ടേക്കണേ. നമുക്ക് മറ്റേ കടൽ മണ്ണല്ലേ മുറ്റത്തൊക്കെ കിടക്കുന്നത്, പെട്ടെന്ന് പൊടി വരും. അതുകൊണ്ട് അടച്ചിട്ടിട്ട് തുടച്ച് ഇനി ഉണയും കഴിഞ്ഞ് തുറന്നാൽ മതിയല്ലോ. പാല് മേടിക്കാനായിട്ട് നിൽക്കുവാണ് 2 പേരും കൂടെ. പാലുകാരൻ വരുന്നുണ്ട്. അതിൻ്റെ ഒച്ചയും കേട്ടോണ്ട് 2 പേരും കൂടെ ഇറങ്ങി പോയതാണ്. പാലുകാരനോട് ഭയങ്കര കാര്യം പറച്ചില്ല ഇളയാൾ. മൂത്തയാൾ അങ്ങനെയൊന്നും മിണ്ടത്തൊന്നുമില്ല. പക്ഷേ ഇളയാൾ ഭയങ്കര കമ്പനിയാണ്. നമുക്കിവിടെ പൊടിയുടെ ശല്യം നല്ലതായിട്ടുണ്ട്. ഈ മണ്ണായത് കാരണം പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പറക്കും.
അന്നേരം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. പാല് കൊണ്ടുവന്നപ്പം ഞാൻ ഓടിയത് ചായ ഇടുമോ, പാല് അവിടുന്നേ വിളിച്ച് പറയും പാല് തരാൻ പറഞ്ഞ് അവൻ കൊണ്ടിരുന്നത്. പാല് തിളപ്പിച്ച് ഇളയാൾക്ക് പാലായിട്ടും കൊടുത്ത് മൂത്തയാൾക്ക് ചായ ഇട്ട് കൊടുക്കുക. അത് തിളപ്പിച്ച് തീരുന്നിടം വരെ രണ്ടുപേരും നമ്മുടെ ചുറ്റിലും നിൽക്കും. പാല് തിളച്ച് വരുന്നത് കാണിക്കാനായിട്ട് ഇങ്ങനെ ഫോൺ വെച്ചതാണ്. പക്ഷെ മിക്കപ്പോഴും പാല് താഴെ പോകും. എനിക്ക് എന്നും ഇങ്ങനെയൊക്കെ പറ്റുന്നത്. അന്നേരം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളേ. കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ടാറ്റാ.